നെഹ്റു ട്രോഫി ജലമേളയ്ക്കിനി 2 നാൾ മാത്രം. പുന്നമടയിൽ വിസ്മയം തീർക്കാൻ അവസാനവട്ട ഒരുക്കത്തിൽ കളിവള്ളങ്ങളും ബോട്ട് ക്ലബ്ബുകളും. 1 മാസം നീണ്ടുനിന്ന പരിശീലനത്തോടെയാണ് പ്രമുഖ ടീമുകൾ പുന്നമടയിലെ അങ്കത്തട്ടിലേക്ക് എത്തുന്നത്. 2018 മുതൽ നെഹ്റു ട്രോഫി ജലമേളകളിൽ വ്യത്യസ്തങ്ങളായ 5 ചുണ്ടൻ വള്ളങ്ങൾ വെള്ളിക്കപ്പിൽ മുത്തമിട്ടെങ്കിൽ ആ 5 ചുണ്ടനിലും തുഴഞ്ഞത് പുന്നമടയിൽ അപൂർവ റെക്കോർഡ് ലക്ഷ്യം വെച്ചെത്തുന്ന പുന്നമട ബോട്ട് ക്ലബ്ബാണ്. കഴിഞ്ഞ നെഹ്റു ട്രോഫി ജലമേളയിൽ മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് കാരിച്ചാലിനെ വിജയതീരമണിയിച്ച ടീം ഇക്കുറി മേൽപ്പാടം ചുണ്ടനിൽ ദീർഘകാല പരിശീലനത്തോടെ വിജയം മാത്രം ലക്ഷ്യം വെച്ച് എത്തുന്നത്. കാരിച്ചാൽ ചുണ്ടനാകട്ടെ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം കരയിൽ രൂപീകരിച്ച അതിശക്തമായ ടീമായ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിൻ്റെ തുഴക്കരുത്തിൽ വിജയം ആവർത്തിക്കാൻ എത്തുകയാണ്. നെഹ്റു ട്രോഫിയിൽ റെക്കോർഡിൻ്റെ പെരുമഴ തീർത്ത UBC കൈനഗരി ഇക്കുറി തലവടി ചുണ്ടനിലാണ് വിജയപാതയിൽ തിരിച്ചെത്തുകയെന്ന ലക്ഷ്യവുമായി എത്തുന്നത്. കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി ഇക്കുറി 2023 വിജയിയായ വിയ്യപുരത്തെ വീണ്ടും പുന്നമടയിൽ ഒന്നാമതെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നിരണം ചുണ്ടൻ, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന പായിപ്പാട് ചുണ്ടനും, പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടനും, ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുവിലെ പറമ്പൻ ചുണ്ടനുമെല്ലാം അതിശക്തമായ മത്സരത്തിനായുള്ള പരിശീലനത്തിലാണ്. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിനെത്തുന്നത്. എന്നാൽ ഇതിൽ മിക്ക ചുണ്ടൻ വള്ളങ്ങളും ഒരുക്കാനായി കരയ്ക്ക് കയറ്റി കഴിഞ്ഞു. ഉയർത്തിവെച്ച വള്ളത്തിനടിയിൽ ചിരട്ടത്തീയുടെ ചൂടൊരുക്കിയും ഹൈ വോൾട്ട് ബൾബുകൾ ചുണ്ടനുള്ളിൽ കത്തിച്ചുമാണ് ഉണക്കുന്നത്. പിന്നീട് കൂമ്പ് മുതൽ അമരം വരെ എല്ലാ തരത്തിലും തടിയിലെ ആരെ പിന്നിലാകും വിധം മിനുസപ്പെടുത്തി സ്ലീക്കടിച്ച് ജലരാജപോരിനായി ചുണ്ടൻ വള്ളങ്ങളെ സജ്ജമാക്കും. തുഴക്കരുത്തിനൊപ്പം കളിവള്ളത്തിൻ്റെ ഫിറ്റ്നസും നിർണായകമാകുന്ന ജലരാജപോരിൽ വള്ളത്തിൻ്റെ വേഗത കൂട്ടുന്ന തരത്തിൽ ഒരുക്കിയും ഫൈനൽ പരിശീലനത്തിനിടെ ടീമിനെ സുസജ്ജമാക്കിയും ഒന്നാമരാകാനുള്ള പരിശ്രമത്തിലാണ് പുന്നമടയിലെ പോരാളികൾ. ജനം, ആലപ്പുഴ.